അല്ല അതെന്താ പറയുക, അതങ്ങനെ വിവാദമാക്കേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കെട്ടിപ്പിടിക്കരുത്. അതെല്ലാവർക്കും അറിയാം. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ചിരിച്ചു, ഞങ്ങൾ പിരിഞ്ഞു. അദ്ദേഹം ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുകാർ. എനിക്ക് ഷൗക്കത്തിന് വേണ്ടിയിട്ട് കമൻ്റ് അടിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, 2016 ഇവിടെ 21 മത്സരിച്ചത് വി പ്രകാശാണ്. ആ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പ്രകാശ് ഇരിക്കുന്ന സമയത്ത് യോഗം നടക്കുമ്പം കയറി വരുന്നുണ്ട് ആര്, ഷൗക്കത്ത്. നിർബന്ധിത സാഹചര്യത്തിൽ കയറി വരിക. ആ കയറി വരുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഈ പ്രകാശിനെ തള്ളി മാറ്റിയിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണ്, ഒരേ പാർട്ടിക്കാരാണ്. ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തില്ല, കൈ തട്ടി മാറ്റിയിട്ടാണ് പോകുന്നത്. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മാന്യമായി കൈയെടുത്തു, ദയവായി കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ വി പ്രകാശിൻ്റെ ഭാര്യ മക്കളെവിടെ? എവിടെ? അവർ കൊട്ടിയൂർ പോയിരിക്കുകയാണ്. എന്തിനാ പോയത്? അതാ ഞാൻ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോടുള്ള വിരോധമല്ല. അദ്ദേഹത്തെ തല കുത്തി മറിഞ്ഞാൽ അവിടെ ജയിപ്പിക്കാൻ കഴിയില്ല. അത്രയും വിരോധികൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിണറായിസത്തെ തകർക്കാൻ അദ്ദേഹത്തെ പറ്റില്ല. പിണറായിസം ഈ പറയുന്ന അൻവറിൻ്റെ രാഷ്ട്രീയവും ആൻറ്റി ഇൻകംബൻസിയും വളരെ വിടാൻ പോവുകയാണ്. ഇവിടെ പിണറായിസം ഉയർന്നു നിൽക്കാൻ പോവുകയാണ്. അതിനെതിരെയുള്ള വോട്ടാണ് ഇവിടെ ഉയർന്നു നിൽക്കാൻ പോകുന്നത്. അല്ലാതെ ഞാൻ അത്തരം ഇപ്പോൾ വി പ്രകാശിനോട് ചെയ്ത പോലെ കൈ തട്ടി മാറ്റിയൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ മാന്യമായി കൈ കൊടുത്ത് പുഞ്ചിരിച്ചു, ദയവായി കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു. അതൊരു വലിയ മോശപ്പെട്ട മെസ്സേജ് ജനങ്ങളിലേക്ക്. അദ്ദേഹം അത് ആ ദുരുദ്ദേശത്തിലാണ്. അദ്ദേഹം വരുന്ന ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മാറി. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ കുറേ ദൂരത്തേക്ക് പോയല്ലോ. പിന്നെ അദ്ദേഹം തിരിച്ച് ഞാൻ എല്ലായിടത്തേക്ക് നടന്നു വരികയാണ്. അതൊരു സദുദ്ദേശപരമായ വരവല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെ ആ അർത്ഥത്തിലെടുത്താൽ മതി. വി പ്രകാശിനെ പൊതുമധ്യത്തിൽ ഇലക്ഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് UDF യോഗത്തിൽ കൺവെൻഷനിൽ സ്റ്റേജിലേക്ക് കയറി വന്ന ഷൗക്കത്ത് വി പ്രകാശിനെ തട്ടുന്ന വീഡിയോ അന്ന് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മാന്യമായി അദ്ദേഹത്തിന് കൈ കൊടുത്തു. പ്ലീസ് കെട്ടിപ്പിടിക്കരുത് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ.